ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുഷ്യങ്കൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നമ്മുടെ ബബിതയും കൃഷ്ണമോളും കൂടി ചേർന്ന് കടയിൽ പോയി അലീനയ്ക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. പക്ഷേ അത് അലീനയ്ക്കുള്ള എന്നുള്ള കാര്യം അലീനയോട് പറയത്തില്ല. രണ്ടുപേരും കൂടി റൂമിലോട്ട് കയറി വരും. അപ്പോൾ അലീന ചോദിക്കും, എവിടെ പോയി രണ്ടുപേരും എൻ്റെ അടുത്ത് പറയാതെ? ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോയെന്ന് പറയും. ആഹാ, ഒരു കട മുഴുവനുണ്ടല്ലോ. അപ്പോഴത്തേക്ക് ചേച്ചി നോക്കാൻ പറയും. അങ്ങനെ ഡ്രസ്സ് എടുത്ത് നോക്കും. ഇഷ്ടപ്പെട്ടോ? ആ, കൊള്ളാമെന്ന് പറയും. ഇതാർക്കാ? ബബിതയ്ക്കാണോ? അല്ല. കൃഷ്ണമോക്കാണോ? അല്ല. പിന്നെ ആർക്കാ? ബബിത പറയും, ഇത് ചേച്ചിക്ക് വേണ്ടി മേടിച്ചതെന്ന് പറയും. എനിക്ക് വേണ്ടിയോ? എനിക്ക് വേണ്ടി. ഉടനെ കൃഷ്ണ പറയും, ചേച്ചിക്ക് വേണ്ടി ബബിത ചേച്ചി മേടിച്ചുകൊണ്ട് വന്നതാന്ന് പറയും. എനിക്ക് വേണ്ടി ബബിത വാങ്ങിച്ചുകൊണ്ട് വന്നതാണോ? ആ, അതേന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര സന്തോഷം. കാരണം ബബിതയിൽ നിന്ന് അങ്ങനെ ഒരു സ്നേഹം ഒട്ടും അലീന പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. സ്നേഹമുണ്ട്, പക്ഷേ ഡ്രസ്സ് എടുത്തുകൊണ്ട് കൊടുക്കുന്നൊന്നും അലീന പ്രതീക്ഷിക്കുന്നില്ല. അലീനയ്ക്ക് ഭയങ്കര സന്തോഷവും. അലീന പറയും, മോളെ നിനക്ക് എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നാലും നീ എനിക്ക് വേണ്ടി ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നല്ലോ. ചേച്ചിക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് നോക്കും. നീ മേടിച്ചുകൊണ്ട് തന്നേയില്ലേ? ആ കടയിൽ നിന്ന് ഒത്തിരി ഡ്രസ്സ് നോക്കി ഏറ്റവും നല്ല ഡ്രസ്സ് നോക്കി ചേച്ചിക്ക് എടുത്തിയെന്ന് പറയും. ശരി, ചേച്ചിക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബബിത അങ്ങ് പോവുകയാണ്. അപ്പോഴത്തേക്ക് കൃഷ്ണയെടുത്ത് ചോദിക്കും, എന്നാലും ബബിതയ്ക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ കൃഷ്ണമോളെ എന്ന് പറയും. പിന്നെ ബബിയേച്ചിക്ക് കുറ്റബോധമുണ്ട് അലീന ചേച്ചി എന്ന് പറയും. കുറ്റബോധം എന്തിന്? മുമ്പ് ഒരു തവണ അലീന ചേച്ചിയുടെ ഡ്രസ്സെല്ലാം ബബിയേച്ചി കത്രിക കൊണ്ട് മുറിച്ച് കളഞ്ഞായിരുന്നല്ലോ. അന്നോട്ട് ചേച്ചിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ സങ്കടവും കൂടി മാറിക്കാണും. ചേച്ചിക്ക് പുതിയ ഡ്രസ്സ് എടുത്ത് തന്നപ്പം. ഓഹോ, അങ്ങനെ. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നെ സന്തോഷമായി. എന്തായാലും എൻ്റെ അനിയത്തി എനിക്ക് എടുത്തുകൊണ്ട് തന്നേയില്ലേ എന്ന് പറയും. അതൊട്ട് മോശമാവത്തില്ലല്ലോ എന്ന് പറയും. എങ്കിൽ ശരി, ചേച്ചി ഇതൊക്കെ എടുത്ത് വെക്കാൻ പറയും. അതിനുശേഷം നമ്മുടെ രോഹിത്തിനൊരു ലെറ്റർ വരികയാണ് കോളേജിൽ നിന്ന്. അങ്ങനെ ആ ലെറ്റർ രോഹിത് വായിച്ചതിന് ശേഷം അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണ അങ്ങോട്ട് വരും. എന്താ രോഹിയേട്ടാ ലെറ്റർ ഇരിക്കുന്നത് കയ്യിൽ? അത് കോളേജിൽ നിന്ന് പ്രിൻസിപ്പൽ അച്ഛൻ അയച്ചതെന്ന് പറയും. കോളേജിൽ നിന്നോ? എന്താ ലെറ്ററിൽ? അത് കോളേജിലോട്ട് ചെല്ലാൻ പറഞ്ഞു. അലീന ചേച്ചി ഞാൻ കൂട്ടിക്കൊണ്ടെന്ന് പറയും. അലീന ചേച്ചിയോട് ചെല്ലാൻ പറഞ്ഞു. ആ അതെ, അന്ന് അലീന ചേച്ചി ഞാനും കൂടിയാണല്ലോ കോളേജിൽ പോയത്. ഇപ്പം രണ്ടുപേരും കൂടി തിരിച്ച് കോളേജിലോട്ട് ചെല്ലാനെന്ന് പറഞ്ഞ് ലെറ്റർ അയച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോഴാണ് നമ്മുടെ അലീന അങ്ങോട്ട് വരുന്നത്. എന്താ ഇവിടെ? അത് ചേച്ചി രോഹിയേട്ടനെ കോളേജിൽ നിന്ന് ലെറ്റർ വന്നു. ലെറ്ററോ? എന്താ അത് ഞാൻ കോളേജിലോട്ട് ചെല്ലാൻ പറഞ്ഞു. അലീന ചേച്ചിയും കൂട്ടിക്കൊണ്ടെന്ന് പറയും. ഞാനെന്തിനാണ് വരുന്നത്? അന്ന് ചേച്ചിയിലെ എൻ്റെ കൂടെ കോളേജിൽ വന്നത്, അതുകൊണ്ടായിരിക്കും അത്. അപ്പോൾ കൃഷ്ണ പറയും, ചിലപ്പം രോഹിയേട്ടനെ തിരിച്ചെടുക്കാനായിരിക്കും. എന്നാലും അച്ഛനല്ലേ മോളെ കൂടെ പോകേണ്ടത്. ചേച്ചി അന്ന് രോഹിയേട്ടനെ കൂടെ പോയില്ലയോ? ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. എന്നാലും തിരിച്ചെടുക്കുന്ന കാര്യമൊക്കെ സംസാരിക്കുന്നത് പേരൻസിനോടല്ലേ. എനിക്കെന്താ അവിടെ റോള്? ഞാനന്ന് രോഹിത്തിനൊരു കൂട്ടിന് വേണ്ടി പോയെന്ന് മാത്രമേ ഉള്ളൂ. ചേച്ചി എന്തായാലും അന്ന് അച്ഛനോട് ഒത്തിരി സംസാരിച്ചില്ലായിരുന്നോ? ചിലപ്പം പ്രിൻസിപ്പൽ അച്ഛൻ എന്തെങ്കിലും മാറ്റം ഉണ്ടായി കാണുമെങ്കിലോ? എന്നാലും അച്ഛനോട് പറയാം. അച്ഛനോട് പറഞ്ഞാലും അച്ഛൻ പറയും അലീന ചേച്ചിയായിട്ട് പോയിട്ട് വരാൻ പറയും. അതാണ് ഏറ്റവും നല്ലതെന്ന് പറയും. എന്തായാലും അച്ഛനോട് സംസാരിക്കാമെന്ന് പറയും. ശരി, എന്തായാലും അച്ഛൻ വരട്ടെ. അച്ഛൻ വന്നതിന് ശേഷം നമുക്ക് അച്ഛനോട് സംസാരിക്കാം. അതിനുശേഷം ഞാൻ രോഹിത്തിൻ്റെ കൂടെ വരാമെന്ന് പറയും. അപ്പം നമ്മുടെ വൈജയന്തി അറിയുന്നുണ്ട് രോഹിത്തിൻ്റെ കൂടെ കോളേജിലോട്ട് അലീന പോകുന്ന കാര്യം. നമ്മുടെ കൃഷ്ണ തന്നെയാണ് അലീന കൂടെ പോകുന്ന കാര്യം വൈജയന്തിയോട് പറയുന്നത്. ആ സമയത്ത് കൃഷ്ണമോളോട് വൈജയന്തി ചോദിക്കും, അവളെന്തിനാ എൻ്റെ മോൻ്റെ കൂടെ പോകുന്നത്? എവിടെ പോകുന്നെങ്കിൽ അവൾ അവൻ്റെ കൂടെ പോകേണ്ട കാര്യം എന്തോ ഇരിക്കുന്നത്? കോളേജിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അവൻ്റെ പേരൻസ് പൊയ്ക്കോളും, അവൻ്റെ അച്ഛൻ പൊയ്ക്കോളും അവൻ്റെ കാര്യങ്ങൾക്കായിട്ട്. അതല്ല, ബാലേന്ദ്രന് പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പൊയ്ക്കോളും. അതിന് ഇവിടുത്തെ ഒരു വീട്ടുവേലക്കാരുടെ ആവശ്യമില്ലെന്ന് പറയും. ഉടനെ കൃഷ്ണൻ പറയും, അലീന ചേച്ചി ഇവിടുത്തെ വീട്ടുവേലക്കാരിയല്ലെന്നും ഒരംഗമാണെന്നും അച്ഛൻ എത്രയോ തവണ അമ്മയടുത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്തിനാ അമ്മ എപ്പോഴും അലീന ചേച്ചി സെർവൻ്റ് എന്ന രീതിയിൽ സംസാരിക്കുന്നത്? അവൾ ഇവിടുത്തെ സെർവൻ്റ് തന്നെ. അമ്മയെ നോക്കാൻ വന്ന ഹോം നേഴ്സ് അല്ലേ അവൾ. പിന്നെ വീട്ടുവേലയ്ക്ക് വന്നവൾ വീട്ടുകാരിയായി ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടെന്ന് പറയും. എനിക്ക് അമ്മയോട് തർക്കിക്കാൻ സമയമില്ല. കോളേജിൽ നിന്ന് ലെറ്റർ വന്നു. രോഹിയേട്ടന് ആ ലെറ്ററിനകത്ത് അലീന ചേച്ചിയും കൂട്ടിക്കൊണ്ട് കോളേജിലോട്ട് വരണമെന്ന് പ്രിൻസിപ്പൽ അച്ഛൻ അതിൽ എഴുതിയിരുന്നു. ആ കാര്യം ഞാൻ വന്ന് അമ്മയോട് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞ് കൃഷ്ണമോളങ്ങ് പോവുകയാണ്. അതിനുശേഷം അലീനയുടെ റൂമിലോട്ട് വൈജയന്തി കടന്നു വരികയാണ്. അതിനുശേഷം പറയും, എന്താ മേഡത്തിന് എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും വേണോ? നീ എന്നെ കഴിപ്പിച്ചും കുടിപ്പിച്ചും ഇവിടെ കിടത്തേക്കുമല്ലേ, നീ എന്തിനാ എൻ്റെ മോൻ്റെ കൂടെ കോളേജിൽ പോകുന്നതെന്ന് ചോദിക്കും. മേഡം, ഞാൻ രോഹിത്തിൻ്റെ കൂടെ കോളേജിൽ പോകണമെന്ന് പറഞ്ഞിട്ടില്ല. മുമ്പൊരു തവണ രോഹിത്തിനെ കോളേജിൽ തുടർന്ന് പഠിപ്പിക്കണം എന്ന് പറയാൻ വേണ്ടി ഞാൻ പോയതാണ്, രോഹിത്തിനൊരു സപ്പോർട്ടിനായിട്ട്. പക്ഷേ അല്ലാതെ എനിക്ക് രോഹിത്തിൻ്റെ കൂടെ കോളേജിൽ പോകണമെന്ന് ആഗ്രഹമൊന്നുമില്ല. അവൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് കോളേജിൽ പോകണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഉത്തരവാദിത്തപ്പെട്ട രക്ഷകർത്താക്കൾ ജീവിച്ചിരിപ്പുണ്ട്. ബാലേന്ദ്രനുണ്ട്, അല്ലെങ്കിൽ ഞാനുണ്ട്. ഞങ്ങൾ പൊയ്ക്കോളാം ഞങ്ങളുടെ മകൻ്റെ കാര്യത്തിന്. നീ ഇതിനകത്ത് കൂടുതൽ ഒന്നും ഉത്കണ്ഠപ്പെട്ട കാര്യമില്ല.
പ്രിൻസിപ്പൾ അങ്ങോട്ട് ലെറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ കൂടെ ബാലേന്ദ്രൻ പോയിക്കോളും, നീ തൽക്കാലം പോകണമെന്ന് പറയും. മാഡം എനിക്ക് പോകണമെന്ന് ആഗ്രഹമില്ലെന്ന് ഞാൻ മാഡത്തിനോട് പറഞ്ഞില്ലേ, ലെറ്റർ വന്നതിനകത്ത് ഞാനും കൂടി ചെല്ലണമെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, അല്ലാതെ ഞാൻ പോകുന്ന കാര്യം ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ലെന്ന് പറയും. തീരുമാനിക്കേണ്ട കാര്യമില്ല, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒന്ന് പോയി തന്നാൽ മതി. നീ 2 ആഴ്ച കാലാവധി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്, ആ 2 ആഴ്ചക്കുള്ളിൽ നീ ഇവിടുന്ന് പോകണം. പോയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങും. ഞാൻ വേണോ നീ വേണോ നിനക്ക് തീരുമാനിക്കാമെന്ന് പറയും. നിന്നെ ഇവിടെ വെച്ച് വാഴിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് എൻ്റെ കുടുംബവും എൻ്റെ മക്കളെ എനിക്ക് തിരിച്ചു പിടിക്കണം. അതിന് നീ ഇവിടെ ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയും. നീ ഒരുത്തി വന്നതിന് ശേഷം എൻ്റെ ജീവിതം ഇങ്ങനെ ആയത് എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി അലീനയും കുറ്റപ്പെടുത്താൻ തുടങ്ങിയാണ്. അപ്പോഴത്തേക്ക് അലീന പറയും, ശരി മാഡം, മാഡത്തിൻ്റെ തീരുമാനം തന്നെ നടക്കട്ടെ, ഞാൻ തന്നെ ഇവിടുന്ന് പൊയ്ക്കോളാം എന്ന് അലീന വൈജയന്തിയോട് പറയുന്നു. അത് തന്നെ ആയിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് വൈജയന്തി അങ്ങ് പോവുകയാണ്. എന്നിട്ട് വൈജയന്തി മനസ്സിൽ പറയുന്നുണ്ട്, ഇനി ഇവിടെ നിർത്തിയാൽ എനിക്ക് എൻ്റെ കുടുംബവും എൻ്റെ മക്കളെ നഷ്ടപ്പെടും, എത്രയും പെട്ടെന്ന് ഇവളെ ഇവിടുന്ന് പറഞ്ഞയക്കണം. വീട്ടുവേലയ്ക്ക് വന്നവളെ വീട്ടുകാരിയായ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സംസാരിച്ചുകൊണ്ട് നമ്മുടെ വൈജയന്തി അങ്ങ് പോവുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ നാളെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥയായി നാളെ കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.